ടെൻഷൻ ആവണ നിനക്ക് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. വണ്ടി വളകരുന്നില്ല ഇവിടെ ഒന്നാമത്തെ ആൾക്കാണ്. ഹലോ ഗായ്സ്, പണിയില്ലാതെ വീട്ടിൽ ചുമ്മാ തേരാപാര നടന്ന സമയത്താണ് ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിച്ചത്. നേരെ പോയി ഫോൺ എടുത്ത് പുതിയ പടം അങ്ങ് സെർച്ച് ചെയ്തു. നോക്കി അവസാനം അതെന്റെ കണ്ണിൽ പെട്ട്. സുമതി വളവ് ഒരു പുതിയ സിനിമയാണ് ഗായ്സ്. പക്ഷേ ഐ ക്വിറ്റ് സിനിമ ആൻഡ് ടുക്ക് സുമതി. ഗായ്സ്, സുമതി വളവ് എൻ്റെ വീട്ടിൽ നിന്ന് 48 കിലോമീറ്റർ ഉണ്ട്. ഈ സുമതി വളവ് നേട്ടപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റി. എനിക്ക് പാരനോർമൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഒറ്റയ്ക്ക് പോണോ? ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവും? എവിടെ പോണം നമ്മളിന്ന്? എനിക്ക് അറിഞ്ഞൂടെ. സുമതി വളവിലാണ് പോണത്. പോവല്ലേ, പിന്നെന്താ? പേടിയില്ലേ? ഇല്ല, നമുക്ക് സുമതിയെ പിടിക്കാം. നീ വാ. എന്താടാ നിന്റെ അച്ഛനെ പോലെ തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് മയിരെ? നീ ഉണ്ടല്ലേ, വാ. മൈൻഡ് പോവാ, വാ. ഇറങ്ങാമോ ഇപ്പൊ? എന്താണ് നിന്റെ മൈൻഡ്? ഇറങ്ങാം. സുമതിയെ കാണണം. പോവാ. ഗൂഗിൾ മാപ്പിലെ ചേച്ചി ഞങ്ങളെ ചതിച്ച് വഴി തെറ്റി വേറെ ഏതോ വളവിൽ കൊണ്ട് കയറ്റി. അജയ്ക്ക് പക്കി വിടിയായിരുന്നു പരിപാടി. എന്താ അറിയാ? തലപ്രാന്ത് പിടിച്ചപ്പം ഫ്രണ്ടിൽ നിന്ന് പോയ ഒരു ബൈക്കാരൻ ചേട്ടന ഓട്ടിച്ചിട്ട് പിടിച്ച് വഴി ചോദിച്ചു. അണ്ണാച്ചി വളിവിട്. ചേട്ടനൊരു നന്ദിയും പറഞ്ഞ് നമ്മളങ്ങനെ യാത്രയായി. ഗായ്സ്, വണ്ടി ഇരുന്ന് നട്ടല് വെള്ളമായി. അതുകൊണ്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ചായയും പറഞ്ഞ് ബണ്ണും എടുത്ത് റോഡിൽ പോയി നിന്ന് ആസ്വദിച്ച് ചായയും ബണ്ണും അകത്താക്കി. നമ്മള് സുമതി വളവിലെത്താറ്. അവിടെ ഞാൻ വിചാരിച്ച പോലെ പേടിപ്പിക്കണ ഒന്നും കണ്ടില്ല. ചുറ്റും വേസ്റ്റ്. പേടിയാവാത്തോണ്ട് നമ്മള് കാട്ടിനകത്തോട്ട് കയറി. ചുറ്റും കാട്. അപ്പോ കുറച്ച് പേടിയാ ഗൈസ്. നല്ല നെഗറ്റീവ് അടിച്ചു. അകത്തോട്ട് കയറിയപ്പം ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ചെറിയ പേടിയുണ്ട്. മരങ്ങളെ സൈസ് നോക്കിയാണ് നമ്മൾ താഴോട്ടൊക്കെ. നല്ല നെഗറ്റീവ് അടിച്ചു. അപ്പോ നമ്മൾ നൈസ് ആയിട്ടാണ് വണ്ടി എടുത്ത് എസ്കേപ്പ്. വണ്ടി വളകട്ടില്ല. ഭയങ്കര ബാഡാണല്ലോ ഇവിടെ ഇരിക്കുമ്പോൾ. പോവാം. ഇവിടെ ഒന്നാമത്തെ ആൾക്കാണ്. സുമതി വളവില്